ആലപ്പുഴ വഴി പോകുന്ന ട്രെയിൻ നമ്പർ 163-16 കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 16:45 പുറപ്പെടും. यात्रियों कृपया ध्यान दीजिए, LP से होकर जाने वाली गाड़ी नंबर 6316 कोचुवेली मैसूर एक्सप्रेस प्लेटफॉर्म नंबर 6 से 16:45 पर रवाना होगी. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറയുന്നുണ്ടായിരുന്നു കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്സിൽ യാത്രയാണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്സിൽ ഒരു അടിപൊളി യാത്രയാണ്. അപ്പോൾ ഞാനിന്നുള്ളത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇന്ന് കൊച്ചുവേളി ഇത് മൈസൂർ വരെ എൻഡ് ടു എൻഡ് യാത്രയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്സിനെ കൊച്ചുവേളിയിൽ നിന്ന് മൈസൂർ വരെ എത്തിക്കുന്ന ഒരു റോയപുരം ഷെഡിൻ്റെ ഒരു WAP7 ലോക്കോ ആണ്. ഈ വണ്ടിയുടെ ജനറൽ ശരിക്കും നല്ല തിരക്കുള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ ജനറലിലാണ് ഏറ്റവും തിരക്കുള്ളത്. എപ്പോൾ നോക്കിയാലും ഇതിൻ്റെ ജനറലിൽ ഇടിച്ചു കുത്തിയ ആളായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ട്രാവൽ ചെയ്യുന്നത് AC 3 ടയർ കമ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കോച്ച് B6 2021 ഉണ്ടാക്കിയ ഒരു കോച്ചാണ്. അപ്പോൾ എൻ്റെ ബർത്ത് സൈഡ് ലോവർ ബർത്താണ്. നമുക്ക് കോച്ചിലേക്ക് കയറാം. AC ഒക്കെ ഓണാണ് കേട്ടോ. ഈ വണ്ടിയിൽ ആകെ ഒരൊറ്റ 2 ടയർ മാത്രമേ ഉള്ളൂ. ഒരു 2 ടയറും ബാക്കി 6 3 ടയറും ആണുള്ള ഈ വണ്ടിയിൽ. നമ്മുടെ ഈ ട്രിപ്പിൽ പോകുന്ന വണ്ടിയിൽ നമ്മൾ സൈഡ് ലോവർ ബർത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് സൈഡ് ലോവറിലാണ്. 15 നല്ല അടിപൊളി തേർഡ് AC കോച്ചാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള സൂപ്പർ തേർഡ് AC. നമ്മൾ 4:45 വിടും. 4:45 ബാക്കിൽ തന്നെ താണ്ടി 5 മണിക്ക് ഈ ഗരീബ് രഥം വിടും കണ്ടോ. കൊച്ചുവേളി യശ്വന്ത്പൂർ ഗരീബ് രഥ്. ഇപ്പൊ ബാംഗ്ലൂർ ഭാഗത്തേക്കുള്ള 2 വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. 15 മിനിറ്റ് ഗ്യാപ്പ് ഈ രണ്ടും പോകും. നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നില്ല, കൊച്ചുവേളി അല്ല തിരുവനന്തപുരം ബാംഗ്ലൂർ ഒരു വീക്ക്ലി വണ്ടി ഉണ്ടായിരുന്നു. അതിന്റെ ശരിക്കും സക്സസർ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്. ഇത് 2019 മൈസൂറിലേക്ക് എക്സ്റ്റൻഷൻ ആയത്. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ നല്ല ട്രാവൽ ടൈം എടുക്കും. 966 കിലോമീറ്റർ 18 മണിക്കൂർ 35 മിനിറ്റ് കൊണ്ടാണ് ഇത് എത്തുന്നത്. 4:45 നമ്മൾ എടുക്കേണ്ട വണ്ടിയാണ്. ഇപ്പൊ 4:51 ആയപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് മൈസൂർ എക്സ്പ്രസ് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആണ് ഈ ഒരു ഗരീബ് രഥ്. നമ്മുടെ വണ്ടിയല്ല, നമ്മുടെ വണ്ടി സദേൺ റെയിൽവേ കൊച്ചുവേളിയുടെ വണ്ടിയാണ്, തിരുവനന്തപുരം ഡിവിഷൻ്റെ വണ്ടിയാണ്. ഈ ഗരീബ് രഥ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാണ്. ഞാൻ ഇന്നും ഓരോണം കയറിയിട്ടുണ്ട്. നല്ല കോച്ചാണ് കേട്ടോ. ഗരീബ് രഥിന്റെ ബർത്ത് കുറച്ച് കൺജസ്റ്റഡ് ആണെന്നേ ഉള്ളൂ, പക്ഷെ നല്ല കോച്ചാണ്, നല്ല മെയിൻറ്റെയിൻഡ് കോച്ചാണ്. 2008 മേഡ് കോച്ചാണ്. ഗരീബ് രഥിനെ പുള്ള് ചെയ്യുന്നത് ഒരു റോയപുരം ഷെഡിലൊരു WAP7 ലോക്കോ ആണ് കേട്ടോ. 39121. എൻ്റെ മുകളിലുള്ള ആൾ ആലപ്പുഴയിൽ നിന്ന് ബംഗളൂരു കണ്ടോൺമെൻറ്റ് വരെയുള്ളൂ. അത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റിസർവേഷൻ ചാർട്ടിൽ കൂടെയാണ്. ആ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആലപ്പുഴ വരെ ഇവിടെ ഫ്രീ ആണ്, ആരും വരത്തില്ല. തിരുവനന്തപുരം കൊച്ചുവേളി എന്നൊക്കെ തുടങ്ങുന്ന വണ്ടികളിലൊക്കെ റേക്ക് ഉണ്ടല്ലോ, അവരവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കും ഈ തിരുവനന്തപുരം കൊല്ലം റൂട്ടിൽ അവരെ കൊണ്ടിടുന്നത്. ഇതിപ്പോൾ കിടക്കുന്ന കൊച്ചുവേളി ഗോരഖ്പൂർ രത്തിസാഗറിൻ്റെ റേക്ക് അവരിവിടെ പരവൂർ സ്റ്റേഷനുണ്ട് കൊല്ലത്തിനിപ്പുറം. അപ്പോൾ അവരത് അവിടെ കൊണ്ടിട്ടേക്കുവാണ്. ഈ തിരുവനന്തപുരം കൊല്ലം റൂട്ടിൽ നമുക്ക് കുറേ സ്റ്റേഷനിൽ ഇതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന വണ്ടികളിലെ റേക്ക് കൊണ്ടിട്ടേക്കുന്നത് കാണാം. അപ്പോൾ ആ കോച്ചിൻ്റെ ഒക്കെ പടുതി കണ്ടില്ലേ, എന്തോ ആല്ലേ അത് ആ കോച്ച് ഉണ്ടാക്കിയ പിന്നെ കഴുകിയിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു. നോക്ക് നാശമായിട്ട്
അതിൻ്റെ അകത്താണ് വൃത്തിയാക്കിയിട്ട് പോലും ഇല്ല. എന്ത് ശോകം വണ്ടിയല്ലേ ഇത്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാണ് ഈ ഗോരഖ്പൂർ രത്സാഗർ. പരശുരാമിലൊക്കെ നോക്കി കുത്തി നിറച്ച ആൾക്കാരാണ്. നോക്ക്, എല്ലാ കോച്ചിലും നോക്ക്. ഇതിനകത്ത് മൊബൈലിൽ കാണുന്നുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് നല്ലപോലെ കാണുന്നുണ്ട്. ഫുള്ള് ആൾക്കാരാണ് വണ്ടിയിൽ. വലിയ സ്റ്റേഷന്റെ ബിൽഡിംഗ് അവിടെ പണിയാണ് കേട്ടോ. വമ്പൻ കൺസ്ട്രക്ഷൻ ആണ്. മറ്റേ അമൃത ഭാരത് സ്കീമില് സ്റ്റേഷൻ മൊത്തം ഇവര് റീബിൽഡ് ചെയ്യാണ്. ഈ പ്ലാറ്റ്ഫോമും പിന്നെ ഈ അതിന്റെ ബിൽഡിംഗ് ഒക്കെ ഫുള്ള് അടിപൊളിയാക്കി പണിയാണ്. എന്നെ തിരക്കാൻ നോക്കി അവിടെ കൊല്ലത്തുനിന്ന് കയറാൻ വേണ്ടി. ഷോ, ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും അങ്ങേറ്റത്തെ തിരക്കാണ് ഈ വണ്ടിയിൽ. ഇവിടെ ഈ പണി നടക്കുന്നതുകൊണ്ട് ഇവർക്ക് ആൾക്കാർക്ക് ആർക്കും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. നോക്കി എന്താ അവസ്ഥയെന്ന് നോക്കി. വെള്ളിയാഴ്ച മാത്രം കൊല്ലത്തുനിന്ന് പുറപ്പെടുന്ന കൊല്ലം വിശാഖപട്ടണം വീക്ക്ലി എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത് കണ്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു ശബരിമല സ്പെഷ്യലായിട്ട് തുടങ്ങിയ വണ്ടി പെർമനൻ്റ് ആയിരുന്നു. ആ വണ്ടിയാണ് കിടക്കുന്നത് കണ്ടോ. വിജയവാഡയുടെ WAP7 ലോക്കോ. മൺട്രോത്തുരുത്ത് സ്റ്റേഷൻ അടുക്കാറായി. മൺട്രോത്തുരുത്ത് സ്റ്റേഷനിൽ ഞാനൊരു ട്രെയിൻ സ്പോട്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മൺട്രോത്തുരുത്ത് ആയപ്പോഴേക്കും ഞാൻ നല്ല ചൂട് പൊറോട്ടയും ബീഫ് കറിയും കഴിക്കാൻ പോവാണ്. രാത്രിത്തെ ഭക്ഷണം ഇപ്പോഴേ കഴിച്ചേക്കാം, നല്ല ചൂടാണ്. ഈ വണ്ടിയുടെ ജനറൽ കോച്ചിലാന്ന് തോന്നുന്നു ഇഷ്ടം പോലെ ആൾക്കാരുള്ളത്. ബാക്കി റിസർവേഷനിൽ പോലെ ഇത്ര ആൾക്കാരില്ലെന്നാ തോന്നുന്നു കണ്ടോ. എന്തോരം ആൾക്കാരെന്ന് നോക്കി. ഇന്നൊന്നാലും വീക്കെൻഡും കൂടെ അടുക്കാറായതുകൊണ്ട് നല്ല തിരക്കാണ് വണ്ടിയിലൊക്കെ. നമ്മുടെ വണ്ടി ആലപ്പുഴ വഴിയാണ് പോകുന്നത്. അപ്പോൾ ആലപ്പുഴ വഴി ഇനി എറണാകുളം ജംഗ്ഷൻ വഴി നേരെ പോകും. നമ്മളിപ്പോൾ ഹരിപ്പാട് എത്തി. ഈ ആലപ്പുഴ റൂട്ടിൽ ഇതിന് ഹരിപ്പാട്, അമ്പലപ്പുഴ, പിന്നെ ആലപ്പുഴ, ചേർത്തല, ഇങ്ങനെ 4 സ്റ്റോപ്പാണുള്ളത്. ഈ അമ്പലപ്പുഴേന്ന് ഇനി എറണാകുളം വരെ സിംഗിൾ ലൈൻ ആയതുകൊണ്ട് നമ്മളിവിടെ അമ്പലപ്പുഴ സ്റ്റേഷനിൽ പിടിച്ചിരിക്കുകയാണ്. ഏത് വണ്ടിയാണ് വരുന്നതെന്ന് നോക്കാം. മംഗലാപുരം തിരുവനന്തപുരം ഏർനാട് എക്സ്പ്രസ് ആണ്. ഇപ്പോൾ ഏർനാട് എക്സ്പ്രസ് നാഗർകോവിലിൽ പോകത്തില്ല ജാനുവരി 1 മുതൽ. അപ്പോൾ ഏർനാട് എക്സ്പ്രസ് ഇപ്പോൾ തിരുവനന്തപുരം വരെ പോകത്തുള്ളൂ. അപ്പോൾ അതാണ് ഏർനാട് എക്സ്പ്രസ്സിന് വേണ്ടിയാണ് നമ്മൾ ഇത്ര നേരം ഇവിടെ കിടന്നത്. നമ്മൾ ആലപ്പുഴ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുന്ന വണ്ടികളൊക്കെ കുറേ ലേറ്റാണ് കേട്ടോ. ഏർനാടൊക്കെ 1.5 മണിക്കൂറൊക്കെ ലേറ്റാണ്. ജൻഷനാദ്യം ഇതിലൂടെ വന്നിട്ട് പോലും ഇല്ല. ഇവിടെ നിന്ന് ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ആണ്. ഇപ്പോഴും കണ്ട് വന്നേ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ലൈറ്റൊക്കെ വേണമാണ്. ഇതിനകത്ത് എലിയുണ്ട് കേട്ടോ ഈ കോച്ചിൽ. ഇപ്പം എൻ്റെ ബാഗാണ് മോളിൽ വെച്ച് ഇതിൻ്റെ താഴോട്ടൊരു എലി വന്ന് ഇപ്പോൾ എൻ്റെ എലി കണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ കാണുവാണെങ്കിൽ. എന്താണ് തിരുവനന്തപുരം ഡിവിഷനിൽ എലിയൊക്കെയാണ് വളർത്തുന്നത് കൊച്ചോട് മൈസൂർ എക്സ്പ്രസ്സിൽ. എലിയുടെ കാര്യം ഞാൻ റെയിൽ മധ്യത്തിൽ കംപ്ലൈൻറ്റ് ചെയ്തു, പക്ഷെ കാര്യമൊന്നുമില്ല.
എന്താ അവസ്ഥയല്ലേ, എലി വരെ. ഞാൻ ആദ്യമായിട്ട് ഒരു ട്രെയിനിൽ കയറുമ്പോൾ എലിയൊക്കെ കാണുന്നത്. നല്ല മുഴുത്ത എലിയാണ് കേട്ടോ. ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന തലേ ദിവസം ഇതില് AC-യിൽ ചോർച്ച ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോരെ, റെയിൽ മതത്തിൽ കംപ്ലൈന്റ് ചെയ്തിട്ടും ഒരു ആക്ഷനും എടുക്കാത്ത ഇഷ്ടം പോലെ ഇൻസിഡൻസ് ഉണ്ടാകുന്നുണ്ട്. അത് പലരും പറയുന്നുണ്ട്. ഇത് സാധനം വെച്ചേക്കുന്നത് പിന്നെ എന്തിനല്ലേ റെയിൽ മതത്ത്. ഒഴിഞ്ഞ് കിടക്കുന്ന എറണാകുളം ജംഗ്ഷൻ കണ്ടോ? അപ്പുറത്ത് കിടക്കുന്നത് എറണാകുളം കാരയ്ക്കൽ ടീ ഗാർഡൻ എക്സ്പ്രസ് ആണ്. നമുക്ക് ഇനി ആൽക്കോ ലോക്കോമോട്ടീവ്സ് ഒന്നും കാണാൻ സാധിക്കത്തില്ല. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഓർഡർ ഇറങ്ങി, ആൽക്കോ ലോക്കോമോട്ടീവ്സ് ഒന്നും ഉപയോഗിക്കരുത്, അത് കാലപ്പഴക്കം ചെന്നാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓർഡറൊക്കെ ഇറങ്ങി. അപ്പോൾ ഇനി ഇങ്ങനത്തെ ആൽക്കോ ലോക്കോമോട്ടീവ്സ് ഒക്കെ ഇനി റെസ്റ്റ് ഇൻ പീസ്, ഇനി ഒന്നിനെയും കാണാൻ പറ്റത്തില്ല നമ്മുടെ ട്രാക്കുകൾ കണ്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ എന്ത് ചെയ്യുമെന്നൊരു പിടുത്തവും ഇല്ല. ഫേസ് ടു ഫേസ് മാനറിൽ ഇതൊക്കെ ഇനി അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇനിയെല്ലാം EMD, അതായത് WDG4 ലോക്കോമോട്ടീവ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ ഇറങ്ങുന്നത്. എറണാകുളത്ത് നിന്ന് കാരയ്ക്കൽ പോകുന്ന, വേളാങ്കണ്ണിക്കൊക്കെ പോകുന്ന കാരയ്ക്കൽ ടീ ഗാർഡൻ എക്സ്പ്രസ് ആണ് കിടക്കുന്നത് കണ്ടോ. ഇത് രാത്രി ഒരു 10 മണി റേഞ്ചിൽ ഇത് ഇവിടെ നിന്ന് എടുക്കും. ഇതിപ്പോൾ ഞാൻ എന്തോ വിശ്വസിച്ച് ഈ ബാഗ് ഇവിടെ വെക്കും. വലിയ എലിവേഷൻ എല്ലാവരും അത് വെക്കായിരുന്നു. ഓരോ പരിപാടി എന്ത് ചെയ്യാൻ. രാവിലെ എങ്ങാനും എനിക്കും ഈ ബാഗാനും കടിച്ചു പറിച്ചാൽ എന്ത് ചെയ്യും. റെയിൽ മൊത്തത്തിൽ കംപ്ലൈൻറ്റ് ചെയ്തു, ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തു, വേറെ ആളുകളെ കംപ്ലൈൻറ്റ് ചെയ്തു. ഒരു ഉപകാരമില്ല, വെറുതെയാണ്. ഞാൻ കംപ്ലൈൻറ്റ് എൻ്റെ റെഫറൻസ് നമ്പർ കണക്കടിക്കാം. ഒരു രക്ഷയില്ല, ആരും വന്നില്ല. എന്താണ് അവസ്ഥ, നമുക്ക് എങ്ങനെ വിശ്വസിച്ച് കിടക്കും. ആരാണ്ടൊക്കെ വന്ന് എന്തൊക്കെ എലിവേഷൻ വെക്കാനോ എന്തൊക്കെയോ പോകുന്നുണ്ട്. ഒരു പുള്ളി വന്നിട്ട് എന്തോ ഒരു സാധനം അവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. എലിവേഷൻ വന്നു. അടുത്ത ദിവസം രാവിലെ നമ്മളിപ്പോൾ കുപ്പാവാറായി. വണ്ടി ഒരു മണിക്കൂർ മണ്ടേ ഇപ്പോൾ ലേറ്റാണ്. പോരെ, രാത്രി എവിടേക്കോ ഇട്ട് ഉരുട്ടലായിരുന്നു, പിടിച്ചിട്ട് ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ കുപ്പം ആവുന്നേ ഉള്ളൂ ആന്ധ്രാപ്രദേശിൽ. ഇനി കുപ്പം, ബംഗാരപ്പേട്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂർ എത്തുന്നത്. ഈ ബംഗാരപ്പേട്ട് വഴി പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ചുറ്റാണ് ഈ ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിൻ്റെ ഒരു ചെറിയൊരു വാല് പോലത്തെ ഒരു അറ്റം കയറിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുപ്പം റെയിൽവേ സ്റ്റേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുപ്പം ശരിക്കും ബാംഗ്ലൂർ പോകാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ സേലത്തു നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ധർമ്മപുരി, ഹൊസൂർ വഴി പോകുന്നതാണ്. പക്ഷെ ആ റൂട്ട് അത്യാവശ്യം ഗാർഡ് സെക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് സ്പീഡ് കുറയാതെ ടൈം എടുക്കും. അതാണ് പ്രശ്നം. കുപ്പമൊക്കെ സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം ആൾട്ടിറ്റ്യൂഡിലാണ് കേട്ടോ. 2300 അടിയോളം ഏകദേശം സീ ലെവലിൽ നിന്ന് ഉയരമുണ്ട് ഈ കുപ്പം എന്ന സ്ഥലത്ത്. നമ്മൾ കർണാടകത്തിൽ കയറി കുപ്പം, ബംഗളൂരു, ബെമൂന് നമ്മൾ ഓവർടേക്ക് അടിക്കുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഓഫീസ് ടൈമിനല്ലേ ബാംഗ്ലൂർ എത്തുന്നത്. അപ്പം ഓഫീസ് ടൈമിന് കയറാൻ വേണ്ടി ആൾക്കാരാണ് ഇവിടെ അടിക്കുന്നത് കണ്ട കേട്ടാ. ഇവിടെ ബാംഗ്ലൂർ ഒടുക്കത്തെ തണുപ്പാണ് ഇപ്പോൾ. എന്നാ തണുപ്പാന്നറിയോ? ഇതിൻ്റെ ജനറൽ കണ്ടോ, ഇപ്പോഴും സ്റ്റാൻഡിങ് ആണ്. ഇതിനകത്ത് ആൾക്കാരുണ്ടോ. ഇന്നലെ നാട്ടിൽ നിന്ന് വരെ, കൊച്ചുവേളിയിൽ നിന്ന് വരെ ഇഷ്ടം പോലെ മലയാളികളൊക്കെ ഈ ജനറലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം മലയാളികളും ഉണ്ടാവും, പിന്നെ അതുമല്ല ഇവിടുത്തെ ആൾക്കാരുണ്ടാവും. ഉണ്ടോ, ഫുള്ളാണ് ജനറൽ. ഈ വണ്ടി ഇടയ്ക്കിടയ്ക്ക് വമ്പൻ ലേറ്റ് ആവാറുണ്ട്. ഇന്നും ലേറ്റാണ്, 1 മണിക്കൂർ മണ്ടേ ഇപ്പോൾ ലേറ്റാണ്. നമ്മളിവിടെ മാലൂർ എന്നുള്ള സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആവാറായി പിടിച്ചിട്ടിട്ട്. ഈ വണ്ടിയുടെ ഒടുക്കത്തെ ലേറ്റാണ്. നമ്മളിപ്പോൾ ഇവിടെ വൈറ്റ് ഫീൽഡ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ ട്രെയിനിൻ്റെ റേക്ക് എടുക്കുന്നുണ്ട്. KSR ബംഗളൂരു MGR ചെന്നൈ സെൻട്രൽ. ആ സ്പെഷ്യൽ ട്രെയിനിനെ ഇവിടെ കൊണ്ടെത്തിച്ച 2 WAG5 ട്വിൻസ് ഉണ്ടോ. രാവിലെ അതിൻ്റെ ആരാണ്ട് ബാങ്ക് കൊണ്ടൊക്കെ പോയപ്പോൾ ഈ ഡോറിൻ്റെ അവസ്ഥ കണ്ടോ. ഇങ്ങനെ തുറക്കുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ തെന്നി വരുന്നത് കണ്ടോ. എന്തൊക്കെയാന്ന് നോക്കി. അയ്യോ, ഇത് തുറക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ദൈവമേ. ഇതിൽ ഈ മുകളിലത്തെ ഈ യാവരി പോലത്തെ സാധനം കണ്ട് ഇളകി ഇങ്ങോട്ട് വന്നു. അപ്പം ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ തെന്നി ഇങ്ങോട്ട് വരുന്നത് കണ്ടോ. എന്തൊക്കെയാണോ. KGM കൃഷ്ണരാജപുരം ഡീസൽ ലോക്കോസ് ഇട്ടാണ് കണ്ടോ ആ കാണുന്നത് കണ്ടോ. അവിടെ ഇഷ്ടം പോലെ ലോക്കോസ്, ഡീസൽ ലോക്കോസൊക്കെ കിടപ്പുണ്ടങ്ങ്.
അങ്ങ് താഴേക്കൂടെ അവിടെ ഒരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിൽ കൂടെ ആണ് ഈ KGM ഷെഡിൽ നിന്ന് ഇവർ ഈ ലോക്കോ കൊണ്ടുപോകുന്നത്. കൃഷ്ണരാജപുരം സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. നേരത്തെ ഒരു പറത്തിയടിച്ചൊരു വണ്ടി പോയില്ലേ, അത് മൈസൂരിന്ന് ചെന്നൈ സെൻട്രൽ വരെ വന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ഇന്റർസിറ്റി ട്രെയിനാണ്. ഈ വണ്ടിയിൽ ബാംഗ്ലൂർ വരെയുള്ള ആൾക്കാരായിട്ടാണ്. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ ഈ വണ്ടി കാലിയാണ്. പക്ഷേ ജനറൽ ടിക്കറ്റ് വരെ AC കയറുന്ന ഇവിടുത്തെ ആൾക്കാരെ വരെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. 2 പേര് ഇപ്പോൾ കയറി. വണ്ടിയുടെ കാര്യം ഒന്ന് പറഞ്ഞാൽ ഞാൻ വെറുത്ത് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ബംഗളൂരു കണ്ടോൺമെന്റ് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വന്ദേ ഭാരതിൽ വന്ന് ഇറങ്ങിയില്ലേ, ആ സ്റ്റേഷനാണിത്, ബംഗളൂരു കണ്ടോൺമെന്റ്. WDS 6 എന്നൊരു ഷണ്ടിങ് ലോക്കുമാണ് കിടക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു WDP 4D കിടക്കുന്നു. നമ്മളിപ്പോൾ KSR ബംഗളൂരു സിറ്റി ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് 1 മണിക്കൂറോളം ലേറ്റാണ്. ഈ വണ്ടിയുണ്ട്, ഇത് മൈസൂർ കൊച്ചുവേളി ഒരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു, ആ വണ്ടിയാണ്. ആ വണ്ടിയുടെ റേക്ക് ഇത് ശരിക്കും കർണാടക എക്സ്പ്രസ്സിൻ്റെ റേക്കാണ്. അതിൽ ബോർഡുണ്ട്, പഴയ കർണാടക എക്സ്പ്രസ്സിൻ്റെ ബോർഡുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയാണ് കിടക്കുന്നത്. ഇവിടെ സ്ലീപ്പറിൽ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ മൈസൂർ ബാംഗ്ലൂർ റോട്ടിൽ സ്ലീപ്പറിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. അത് ഫുള്ളായി ഇപ്പോൾ തന്നെ. ഇവിടെ ആരാണ്ട് കംപ്ലൈൻറ്റ് ഇരുന്നു കണ്ടോ. ഇത് അവർ ഡോർ ഇപ്പം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയാക്കി ആ പുള്ളി എന്തോ ചെയ്ത് സെറ്റാക്കിയത്. ഈ വണ്ടി ബാംഗ്ലൂർ കഴിഞ്ഞാൽ പിന്നെ കാലിയാണ് കേട്ടോ. ആരും ഇല്ല ഈ വണ്ടിക്കകത്ത്, ഒറ്റ മനുഷ്യൻ, നമുക്ക് എല്ലാം കാലി. ഇവിടെ ഉണ്ട്, ഇവിടുത്തെ കന്നഡക്കാർ കയറിയിട്ടുണ്ട്, വേറെ ആരുമില്ല. മൈസൂർ ട്രെയിനിന് ശരിക്കും ഈ വഴിയൊക്കെ ഭയങ്കര ചുറ്റാണ്. മറ്റേ നിലമ്പൂർ നഞ്ചങ്കോടൊക്കെ ആ ഒരു റൂട്ടൊക്കെ പ്ലാൻ ആകുവാണെങ്കിൽ നമ്മുടെ അവിടെ നിന്ന് മൈസൂരിന് എളുപ്പമാണ്. ഒക്കെ നടക്കില്ലെന്ന് ആർക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി ഇവിടെ ഒരു 20 മിനിറ്റാണ് ശരിക്കും സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ് ഒക്കെ അരമണിക്കൂറൊക്കെ എടുക്കുക. അരമണിക്കൂറൊക്കെ എൻ്റെ വണ്ടി ഇവിടത്തുള്ളൂ. 9:36 നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. 1.25 മണിക്കൂർ ലേറ്റ് ആയിട്ട്. ഈ മൈസൂർ ലൈനിൽ ഞാൻ പകൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൈസൂർ ലൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്റ്റീപ്പായിട്ടുള്ള ഇറക്കവും കയറ്റവും പിന്നെ ഈ വളവ് തിരിവൊക്കെ ഉള്ളൊരു ലൈനാണ് ഈ ബംഗളൂരു മൈസൂർ ലൈൻ എന്ന് പറയുന്നത്. ഈ വണ്ടി 12:45 മൈസൂരിൽ വിടേണ്ടതാണ്, ഇത് അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഇത് ഇപ്പം എന്തായാലും മിക്കവാറും 12:45 ഇവിടെ എത്താം. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് വിടും. എന്നിട്ട് ഇത് ബാംഗ്ലൂരിൽ ഇഷ്ടം പോലെ ടൈം കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ ടൈം. അപ്പോൾ ആ ടൈമിൽ ഇത് മിക്കവാറും പോപ്പപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ടൈം കൊടുത്തിരിക്കുന്നത്. ഒരു വളവ് കഴിഞ്ഞ് അടുത്ത വളവാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു വലിയൊരു ഇറക്കം ഇറങ്ങി പ്ലസ് വളവും കൂടെ ആണ്. അപ്പോൾ ഇറക്കം ഇറങ്ങിയിട്ട് വളർന്നിട്ട് അടുത്ത വളവ്, പിന്നെ ഒരു S വളവ്, അങ്ങനെയാണ് ട്രാക്ക് പോകുന്നത്.
കെങ്കേരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കെങ്കേരിൽ നമ്മുടെ അഭിജിത് പ്രോ ഉണ്ട്. അഭിജിത് പ്രോയുടെ ഞാൻ ഫുഡൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളി ഫുഡ് കൊണ്ട് ഇവിടെ നിൽപ്പുണ്ട്. റാണി ചെന്നമ്മ എക്സ്പ്രസ് ഉണ്ട്, അതിൻ്റെ റേക്ക് കൊണ്ടുവിട്ടേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വലിയ സ്റ്റേഷൻ്റെയും തൊട്ടടുത്തുള്ള സ്റ്റേഷനുകളിൽ ഇതേപോലെ റേക്കൊക്കെ കൊണ്ടുവിടും. അവിടെ നിന്ന് തുടങ്ങുന്ന വണ്ടികളുടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടായിരിക്കും മിക്കവാറും. ഇതെന്താ ബ്രോ, തട്ട ഇഡ്ഡലി ആണോ? ഓ താങ്ക്സ്, അടിപൊളി. എന്താണ് പരിപാടി? ഡ്യൂട്ടിയിലല്ലേ? അപ്പൊ ശരി, ഡ്യൂട്ടി ചെയ്തോ. ഇത് മറ്റേ സാധനമാണ്, തട്ട ഇഡ്ഡലി. നല്ല വലിയ ദോശ പോലത്തെ വലിയ ഇഡ്ഡലി കണ്ടോ. തട്ട ഇഡ്ഡലിയും പിന്നെ ഉഴുന്ന് വടയും ചമ്മന്തിയും. പിന്നെ അവരുടെ വീടിൻ്റെ അടുത്ത്, പുള്ളി താമസിക്കുന്ന അടുത്ത് ഒരു അടിപൊളി ഒരു കടയാണ്, അവിടെ നിന്ന് വാങ്ങിച്ചാൽ. ഇപ്പം നിങ്ങളൊരു വണ്ടി ഉണ്ടല്ലോ, അത് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന മാൽഗുഡി എന്ന വണ്ടിയാണ്. ആ വണ്ടി ശരിക്കും കാവേരി എക്സ്പ്രസിൻ്റെ റേക്ക് വെച്ചാൽ ഓടിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട കാവേരി എക്സ്പ്രസ് രാവിലെ മൈസൂർ എത്തും. എന്നിട്ട് ആ റേക്ക് വെച്ചാണ് ഇവർ മാൽഗുഡി എന്ന വണ്ടി ഓടിക്കണത് ബാംഗ്ലൂർക്ക്. എന്നിട്ട് തിരിച്ച് വൈകിട്ട് പോയിട്ട് രാത്രിയിൽ കാവേരി എക്സ്പ്രസ് ആയിട്ട് തിരിച്ച് ചെന്നൈക്ക് പോകും. ആ റോഡുണ്ട്, അത് എൻ്റെ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ വന്ന എക്സ്പ്രസ് ഹൈവേ ആണ്. ഈയിടെ ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി റോഡാണ്. വണ്ടികളൊക്കെ പറക്കുന്നുണ്ട്. അവിടെ കുറേ അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ റോഡിൽ മിക്കവാറും. ആ റോഡ് ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ട് ഫുൾ ആക്സിഡൻസ് ആണ്. നമ്മൾ പോകുന്നതും ആ ഒരു എക്സ്പ്രസ് ഹൈവേക്ക് പാരലായിട്ടാണ് പോകുന്നത്. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ച, ഈ ബാംഗ്ലൂർ മൈസൂർ റൂട്ടിൽ എല്ലാ സ്റ്റേഷൻസും ഉണ്ട് ഇതേപോലെ ഒരുപോലാണ് കേട്ടോ. അതായത് അവിടെ ഒരു പ്ലാറ്റ്ഫോം കാണും, പിന്നെ ഇവിടെ അപ്പ് ട്രാക്ക്, ഇത് ഡൗൺ ട്രാക്ക്, അങ്ങനെയാണ് എല്ലാം വരുന്നത്. ഇവിടെ ഒരു ബംഗളൂരു മൈസൂർ മെമു കിടപ്പുണ്ട്. നമ്മൾ ആ മെമുവിനെ ഇപ്പം ഇവിടെ നിന്ന് ഓവർടേക്ക് അടിക്കും. നമ്മുടെ പുറകിൽ മറ്റേ ചെന്നൈ മൈസൂർ വന്ദേഭാരത് എഴുതുന്നുണ്ട്. അതും മിക്കവാറും കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ ബാംഗ്ലൂർ വിട്ട്. എനിക്ക് കൊച്ചുവേളിയിൽ നിന്ന് മൈസൂർ വരെ ഈ വണ്ടിക്ക് തേർഡ് എ സിക്ക് ആയത് 1280 രൂപയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഈ മൈസൂർക്ക് വരണമെങ്കിൽ ആകെ ഒറ്റ ഡയറക്റ്റ് വണ്ടി ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ വരാൻ പറ്റുന്നത് മൈസൂർ നിങ്ങൾ ബസ്സിന് വല്ലതും, അല്ലെങ്കിൽ പിന്നെ വരാൻ പറ്റുന്നത് ഹാസൻ വഴി വരാം. അത് കുറച്ചുറ്റാണ്. മംഗലാപുരം പോയിട്ട് സുബ്രഹ്മണ്യ, സകലേഷ്പൂർ, ഹാസൻ, അവിടെ നിന്ന് മൈസൂർ വരാം. അങ്ങനെ ആ 2 വഴിയാണ് പറ്റുന്നത്. പിന്നെ ബസ്സിന് വരണം. അത് ബസ്സിന് വരുന്നതാണ് ശരിക്കും എളുപ്പം. മൈസൂർ ട്രെയിനിൽ പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. ബസ്സിന് പോകുന്നതാണ് എളുപ്പം. നമ്മുടെ കൊച്ചുവേളി മൈസൂരിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് മാണ്ഡ്യ എത്തിയിരിക്കുകയാണ്. മാണ്ഡ്യ കണ്ടോ. ഇനി അടുത്ത സ്റ്റോപ്പ് നമ്മുടെ മൈസൂർ ജംഗ്ഷനാണ്. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഗുഡ്സ് ട്രെയിൻ ഇങ്ങനെ വേർപെട്ട് കിടക്കുന്നുണ്ടല്ലേ. എന്താ സംഭവം എന്നറിയാം? അതെ, ഈ ചില സ്ഥലത്ത് ഒരു വലിയ ഗുഡ്സ് ട്രെയിൻ കൊണ്ടുവന്നിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എടപ്പള്ളി കളമശ്ശേരിക്ക് മിക്കാൻ നടക്കുന്നത്. അതായത് ഒരു ലോഡ് ആ ലോഡ് ചിലപ്പം എടപ്പള്ളി വന്നിട്ട് സ്പ്ലിറ്റായിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടാവും, 2 ഭാഗമായിട്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ഗുഡ്സ് ട്രെയിനിലൂടെ വന്നിട്ട് മാണ്ടി വന്നിട്ട് അതിൻ്റെ പകുതി ഭാഗം വേറെ എങ്ങോട്ടെങ്കിലും പോകുമായിരിക്കും, പകുതി ഭാഗം ചിലപ്പോൾ ഇവിടം വരെ ആയിരിക്കും. അങ്ങനെ സ്പ്ലിറ്റ് ആക്കുവാണ് നമ്മളിപ്പോൾ കണ്ടത് അവിടെ. അപ്പോൾ അങ്ങനെയാണ് ചില ഗുഡ് ട്രെയിനുകളൊക്കെ അവർ ചെയ്യുന്നത്. പണ്ട് ഈ അമൃതയും രാജറാണിയൊക്കെ ഷൊർണൂർ പോയിട്ട് വേർപ്പെടുത്തുന്ന പരിപാടിയൊക്കെ ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇപ്പോഴും ഗുഡ്സ് ട്രെയിനുകളിൽ അങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ മാത്രം ഉള്ളില്ലാത്ത കണ്ടോ, ഒറ്റയ്ക്ക് ആരുമില്ല. വേണ്ട അതിങ്ങ് ആരുമില്ല. വേണ്ട ഇവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല, ആരുമില്ല, ഞാൻ മാത്രം. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് മൈസൂർക്കൊക്കെ N20 യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയത്തില്ല. ഉണ്ടാവും, പക്ഷെ കുറവായിരിക്കും. കൂടുതലും ബാംഗ്ലൂരുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഈ ഒരു ട്രെയിനിൽ കയറുന്നത്.
മൈസൂർ ബാംഗ്ലൂർ ലൈൻ ഉണ്ടല്ലോ, പണ്ട് മുതലുള്ള ലൈനാണ്. 1882 മുതലുള്ളൊരു റെയിൽവേ ലൈനാണ് ഈ മൈസൂർ ബാംഗ്ലൂർ. അതാണ് പഴയ അലൈൻമെൻ്റ് ആണ്. പിന്നെ അവർ ഈ അന്ന് മീറ്റർ ഗേജ് ആയിരുന്നു, പിന്നെ മീറ്റർ ഗേജിലും ബ്രോഡ് ഗേജ് ആക്കി കൺവേർട്ട് ചെയ്തത് 1979-80 ആ ഒരു റേഞ്ചിലാണ്. അതേ പിന്നെയാണ് ഇത് ബ്രോഡ് ഗേജ് ആയത്. പിന്നെ അവർ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇത് ഫുള്ള് ഡബിൾ ലൈൻ ആക്കി. ഈ ലൈനിലെ ഇലക്ട്രിഫിക്കേഷൻ മുഴുവൻ കഴിഞ്ഞത് 2017 അപ്പം അതിൽ നാളൊന്നും ആയിട്ടില്ല ഇലക്ട്രിക് ട്രെയിൻസ് ഒക്കെ ഓടാൻ തുടങ്ങിയിട്ട് ഈ റൂട്ടിൽ. മൈസൂർ എത്താറായി. ഇതുണ്ട് അങ്ങേ അറ്റത്ത് കാണുന്ന ലൈനാണ് നമ്മളെന്ന ഹാസനിൽ വന്ന ലൈനില്ലേ, ആ ലൈനാണത്, ഹാസൻ ലൈന്. പിന്നെ അങ്ങനെ 2 ലൈൻ വന്ന് ഇവിടെ വന്ന് ചേരുന്നു. ഇവിടെ ഒരു മൈസൂർ ന്യൂ ഗുഡ്സ് ടെർമിനൽ എന്ന സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചതാവേ. ഇതാണ് ഞാൻ പറഞ്ഞ മൈസൂർ ന്യൂ ഗുഡ്സ് ടെർമിനൽ. ഇവിടെ മൈസൂരിലേക്ക് വരുന്ന ഫ്രൈറ്റ്സ് ഉണ്ടല്ലോ, ആ ഫ്രൈറ്റ് ഒക്കെ ഏതാണ്ട് ഇവിടെ വന്നാണ് ലോഡിങ് അൺലോഡിങ് ഒക്കെ ചെയ്യുന്നത്. ഇതൊരു ഗുഡ്സ് ടെർമിനലാണ് കേട്ടോ. അവിടെ കുറേ BTPNs ഒക്കെ കിടക്കുന്നുണ്ട്. BTPN അവിടെ ഈ BTPNൽ ഇവിടെ പെട്രോളും ഡീസലും ഒക്കെ കൊണ്ടുവന്നിട്ട് ലോഡ് ചെയ്യുന്നത് അൺലോഡ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ പെട്രോളൊക്കെ സ്റ്റോർ ചെയ്യുന്ന അങ്ങേ അറ്റത്ത് ടാങ്ക് ഒക്കെ കണ്ടോ, അപ്പോൾ അവിടെയാണ് ആ പരിപാടി. ഇപ്പോൾ ഒരു G9 വെച്ചൊരു വണ്ടി പോയില്ല, അത് മൈസൂർ ബംഗളൂരു ബോർഡിയാർ എക്സ്പ്രസ് എന്ന വണ്ടിയാണ്. നിങ്ങളിപ്പോൾ ചെറുതായിട്ട് ശബ്ദം കേട്ടില്ല, ആ എലി ഇതേണ്ട ഇന്ന ഇടയ്ക്കെങ്ങാണ്ട് കണ്ടോ, ഇവർ എലിയെ വളർത്ത് വന്നാ തോന്നുന്നേ, കൊള്ളാം. ഇവിടെ ഹോം സിഗ്നലിൽ കൊണ്ടൊരു 10-20 മിനിറ്റ് പിടിച്ചിട്ട് അത് എപ്പോഴുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ഉരുണ്ട് മൈസൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബ്ലീഡ് ബ്ലൂ WDP-4 ലോക്കോമോട്ടീവ് കിടക്കുന്നത് കണ്ടോ, കൃഷ്ണരാജപുരം ഷെഡിൻ്റെ ആണോ അത്. അയ്യോ, അങ്ങനെ കറക്റ്റ് 12 മണിയായപ്പോഴേക്കും ഇവിടെ മൈസൂരു ജംഗ്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. 3/4 മണിക്കൂറിൽ ഇപ്പോൾ ലേറ്റായി. ഇത് ഉരുട്ടി ഒന്നും പറയണ്ട, എന്തോ ഉരുട്ടലാണോ ദൈവമേ, എനിക്ക് മതിയായില്ലാത്തിരുന്നിരുന്നു കേട്ടോ. ബെലഗാവി മൈസൂരു പകൽകോട്ട് വാസവ എക്സ്പ്രസ്, അതാണ് ഈ വണ്ടിയുടെ പേര് കേട്ടോ, വാസവ എക്സ്പ്രസ്. ഇപ്പുറത്ത് കിടക്കുന്ന വണ്ടി മയിലാടുതുറൈ മൈസൂരു വണ്ടി. അങ്ങനെ അതിനിടയ്ക്ക് രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ കൊച്ചുവേളി മൈസൂരു എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മൈസൂരിലെത്തിയിരിക്കുകയാണ്. കൊച്ചുവേളി മൈസൂർ end-to-end യാത്ര അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വണ്ടി അത്ര മെയിൻറ്റെയിൻ അല്ല, വണ്ടിക്കകത്ത് എലിയുണ്ട്, ഡോർ ശരിയല്ല, ഇതിങ്ങനത്തെയൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ. രാത്രിയിൽ ഈ എലിയുള്ള കാരണം നമുക്ക് എന്താ പറയുക, മര്യാദ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഒത്തിരി പേര് ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു. കംപ്ലൈൻറ്റ് ചെയ്തതെന്നാണ് അവർ ലാസ്റ്റ് എലിവശം വെച്ചിട്ട് പോയത്. എന്തായാലും കൊള്ളാം. കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്സിൽ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടും ശ്രദ്ധിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ മൈസൂർ ചാമരാജനഗർ എക്സ്പ്രസ്. വേണ്ടി ഈ വണ്ടിക്ക് ഞാൻ പോകാൻ പെട്ടെന്ന് ഓടി വന്നതാണ്. അപ്പോൾ നമ്മൾ ചാമരാജനഗർ പോവാണ്. അടുത്ത വീഡിയോ കാണാം. അപ്പോഴേക്കും ബൈ.